ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീറ്റിക്കൽ ടെക് പവർഡ് ബൈ ഗോചാട്ടിംഗ് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. തമിഴിൽ ഞാൻ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഫോട്ടോ ഇട്ടുകൊണ്ട് ആഡ് ചെയ്തതാണ്. സോ നമുക്ക് യൂഷ്വലി നോക്കാം. വേറെ ഒരു കാലചക്രം കറങ്ങി തിരിഞ്ഞ് എല്ലായിടത്തും ഒരേപോലെ വരുമെന്ന് പറയുന്നുമില്ല. മാർക്കറ്റ് തിരിഞ്ഞ് കറങ്ങി നിന്ന് ഒരേ സ്ഥലത്ത് കിടന്ന് കറങ്ങുന്നതല്ലാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിലും എന്തെങ്കിലും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയുന്ന ബാങ്ക് നിഫ്റ്റി പറയാൻ പറ്റും. തൊമ്മനല്ല, ഒന്നുമല്ല. ആ റേഞ്ചിൽ തന്നെ കിടന്ന് ബാങ്ക് നിഫ്റ്റിയും കളിക്കണം. പ്രത്യേകിച്ച് പറയാൻ 27 ജൂണിൽ തുടങ്ങിയ ഈ ഒരു റേഞ്ച് കണ്ടല്ലോ, ഫ്രൈഡേക്ക് തുടങ്ങിയ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെയാണ് കിടന്ന് ബാങ്ക് നിഫ്റ്റിയും കളിക്കുന്നത്. നിഫ്റ്റി ഓൾമോസ്റ്റ് സെയിം 27 ജൂണിൽ വന്ന ഈ റേഞ്ച് കണ്ടല്ലോ, ഈ ഒരു റേഞ്ചിനകത്ത് കിടന്നാണ് നിഫ്റ്റി. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു സെയിം റേഞ്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇത് ഫ്യൂച്ചറിന്റെ ചാറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി ഒരു പക്ക 25,655-നും 25,500-നും ഇടയ്ക്കുള്ള ഭാഗത്താണ് പെർഫെക്റ്റ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാലും 57,537-ന്റെ ഇടയ്ക്കും 57,115-ന്റെ ഇടയ്ക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൽ ഒരേ റേഞ്ചാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്കൊരു ട്രേഡിംഗ് ഒരു ഓപ്ഷൻ റൈറ്റേഴ്സിന് കിട്ടുന്ന ഒരു പൈസ ഉണ്ടോ, അങ്ങനെ ഒരു സാധനം പറയാൻ പറ്റുന്നില്ല. കാരണം പ്രീമിയത്തിന് വളരെ കുറവാണ്. റൈറ്റേഴ്സിന് അങ്ങനെ ക്യാഷ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ചീപ്പായിട്ട് നിൽക്കുന്ന പ്രീമിയത്തിൽ എവിടെ കൊണ്ട് ട്രേഡ് ചെയ്യാം? 10 രൂപയ്ക്കുള്ള സാധനം പണ്ടൊക്കെ ആണെങ്കിൽ ലിവറേജ് എടുത്ത് വേണമെങ്കിൽ റൈറ്റ് ചെയ്യാം. ഇപ്പൊ ലിവറേജ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഓപ്ഷൻ റൈറ്റ് ചെയ്യും? എനിക്ക് തോന്നുന്നില്ല. 1,500 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾ 1 ലക്ഷം രൂപ മാർജിൻ കൊടുത്ത് റൈറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് പ്രതീക്ഷ ചെയ്യുന്നവരെ കാണാൻ അത് തെറ്റല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്യൂർലി ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി മാർക്കറ്റ് പോകുന്നത് കൊണ്ട് ഒരു സുഖകരമായ രീതിയിലുള്ള മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി ഇന്ന് പെർഫെക്റ്റ്ലി ഒരു നോർമൽ വേരിയേഷൻ സ്ലൈറ്റ്ലി അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അവൻ താഴേക്ക് വന്ന് ന്യൂട്രൽ സ്പോട്ട് വന്നേക്കുന്ന പക്ക ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ഇത് മോളിൽ വന്ന ഒരു ഫെയിൽഡ് ഓപ്ഷൻ, എന്താ ഹൈ 25,546-ന്റെ ഭാഗത്ത് ഒരു 555-ന്റെ ഭാഗത്ത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ടോ? ചെറിയൊരു ഫെയിൽഡ് ഓപ്ഷൻ ഉള്ള ചാൻസ് ഉണ്ട്. 30 മിനിറ്റ്സിന് മുകളിൽ നിന്നിട്ടില്ല എന്നാണ് മാർക്കറ്റ് പ്രിഫർ ചെയ്യാൻ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് ഇന്നത്തെ POC വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. POC നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,553 നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 25,533 25,553 25,553 ബാങ്ക് നിഫ്റ്റിയുടെ POC. ഞാനത് POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ ഇന്നലെ വന്ന സ്പൈക്കിൽ വന്ന ഹൈ ആയ ഇന്നത്തെ ഹൈ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 25,555-ന് ഞാനൊരു ബുള്ളിഷ് റഫറൻസ് ആയിട്ട് വെച്ചു. 25,555 അതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റഫറൻസും വരുന്നത്. അത് ഞാൻ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ ഹൈ അല്ല, ഇന്നത്തെ ഹൈ എന്ന് നിൽക്കുമ്പോൾ എവിടെയാണ്? 25,585. സോ 25,585 അത് 25,585 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ്. 25,585 5,555 അല്ല, 25,585 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് നിഫ്റ്റിയുടെ സ്പോട്ടില്. സോ 585-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും? അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏതാണ് 25,665-ന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 25,665 25,665-ന്റെ ഭാഗത്തേക്ക് 25,665-ന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. അതിന് മുകളിൽ നിൽക്കുകയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ ഹൈ എന്ന നിലയിൽ എങ്ങോട്ട് പോവാം? പുതിയ ഹൈ അല്ല, പഴയ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക്. ആ ലെവൽ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ആ ലെവൽ ഒക്ടോബർ മാസ ലെവലാണ്. ആ ലെവൽ എവിടെ നിൽക്കുന്നു വെച്ചാൽ വ്യക്തമായി നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. 25,665-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്പർ സൈഡിൽ ലെവൽ വരുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താണ് ഈ ഒരു സിംഗിൾ പ്രിന്റ് അല്ലെങ്കിൽ ഈ ഒരു POC വരുന്ന ഏരിയ ആയ 25 ഗ്യാപ് സോൺ എന്ന് പറയും. 25,730-യുടെ ഭാഗത്ത് എത്രയാണ്? 25,730-യുടെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 25,585-ന് മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 25,665-ഉം 25,735-ഉം വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കുറവ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബുള്ളിഷ് റഫറൻസ് നാളെ നിങ്ങൾ സ്പോട്ടിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ലെവലുകളാണ് 25,585. ഇതിന് മുകളിൽ നിങ്ങൾ 25,550 25,585 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു അപ്സൈഡ് മൊമെന്റത്തിലേക്ക് മാർക്കറ്റ് വരാനും അതൊരു ഷോർട്ട് കവറിംഗ് റാലി അല്ലെങ്കിൽ എക്സ്പയറി മൂവ് തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ
ലോവർ ലെവലിലെ സ്ട്രക്ചർ. ഇപ്പൊ ലോവർ ലെവലിലെ സ്ട്രക്ചർ പറയാൻ നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് സെല്ലിംഗ് എന്ന് പറയും ഇന്നത്തെ ഈ ഒരു ലോ 25,422 അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന 464ന്റെ ഭാഗത്താണ്. സോ ഞാൻ എന്തായാലും 25,425 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ സെല്ലിംഗ് എടുക്കും. നിഫ്റ്റിയുടെ സെല്ലിങ്ങിന്റെ ആ പ്രൈസ് ഞാൻ മാറ്റി 25,425 മുകളിൽ താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ സെല്ലിങ്ങിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ആക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,352 25,355 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 25,295 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,425 താഴെ നിൽക്കുകയാണെങ്കിൽ 25,355 25,295 ഭാഗത്തും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമ്മുടെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറും തമ്മിൽ ഒരു 90 പോയിന്റ് ഡിഫറൻസ് മാത്രമേ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ലെവൽ ആക്റ്റീവ് ആവുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ താഴേക്ക് ഒരു സെല്ലിംഗ് വരാനുള്ള ചാൻസ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ അല്ലെങ്കിൽ എക്സ്പയറി ഡേയുടെ മൂവ്മെന്റിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ചത്തും പോവാതെ ഒരു പക്ക ഒരു നോർമൽ ഡേ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. POC അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ POC നിങ്ങൾ മെർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ദിവസത്തെ POC മെർജ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ഐഡന്റിഫൈ വരും. നമ്മൾ ഇന്നത്തെ 2 ഡേയ്സ് ഒരേ റേഞ്ച് ആയിട്ട് ഞാൻ POC ഒന്ന് മെർജ് ചെയ്തു. POC നിൽക്കുന്ന 57,172 ഭാഗത്താണ് POC. സോ 57,172 ഭാഗത്താണ് POC. അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അവിടെ തന്നെ കൃത്യമായി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ 2 ഹൈ അതായത് 57,320 മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ് എന്നെ R1 ഇപ്പം ഒന്ന് മാറി R2ന്റെ ഇപ്പം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ R1 ആയിരുന്നു, ഇപ്പം അത് മാറി 57,320 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ എവിടെ പോകും? ഫസ്റ്റ് ടാർഗറ്റ് 57,496 നമ്മുടെ പഴയ ലെവലാണ്. 57,496 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിംഗിൾ പോയിന്റ് ഹൈ ആയ 57,649 അല്ലെങ്കിൽ 650 57,650 657,650 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ എങ്ങോട്ട് പോവാം? 57,320 മുകളിൽ നീക്കിയാലും 496 650 ഭാഗത്തേക്ക് നിഫ്റ്റി വരാൻ ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 57,100 താഴെ 57,100 താഴെ സസ്റ്റെയിൻ ചെയ്യുക 57,100 താഴെ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു സെല്ലിംഗ് പൊസിഷനിലേക്ക് മാർക്കറ്റ് വരും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,822 56,822 എന്ന് പറഞ്ഞ പഴയ ഒരു POC ഉണ്ട്. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. ചുരുക്കി പറഞ്ഞാൽ അത് 57,000 നമുക്ക് കാര്യം ചെയ്യാം. നമുക്കൊരു ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് 57,000 താഴെ വയ്ക്കാമേ. കാരണം അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. സോ 57,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ചെറിയൊരു സെല്ലിംഗ് വരാം. അത് 56,822 ഭാഗത്തേക്കും അതിന് താഴെ നമ്മുടെ ഈ POC ആയ 56,678 ഭാഗത്തേക്ക് 56,678 56,678 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 57,000 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 56,822 56,672 തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഞാൻ അടുത്ത ആഴ്ച മുതൽ കുറച്ചും കൂടെ ഈ ആഴ്ചയിൽ കുറച്ച് ഡെൽറ്റ ഡൈവേർജൻസ് അതിനെ കുറിച്ചുള്ള ഓർഡർ ഫ്ലോ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഈ ആഴ്ചത്തെ പ്ലേലിസ്റ്റിൽ വരുന്നതാണ്. നിങ്ങളത് കാണുക. കുറച്ചും കൂടെ നോളേജ് കരസ്ഥമാക്കി വെക്കാൻ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വളരെയധികം യൂസ് ചെയ്യാൻ പറ്റും. സോ നാളത്തെ എക്സ്പയറിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നിഫ്റ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 25,585 എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന സ്പൈക്കിൽ വന്ന ആ ഒരു ഏരിയ അത് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ഇന്നലെ വന്ന ഏരിയ ആണേ 25,553 ഭാഗം. സോ അത് വ്യക്തമായി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഭാഗത്തിന് മുകളിൽ സസ്റ്റെയിൻ നമ്മളെ POC നിൽക്കണം 25,535 ഭാഗത്താണ് POC നിൽക്കണം. ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്തിട്ടെ 25,535 ഭാഗത്താണ് POC നിൽക്കണം. അതൊന്നും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. 585 എന്നല്ലെങ്കിൽ ഇന്നലത്തെ വന്ന ഏരിയ ആയ 555 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ ഒരു ബൈയിങ് എത്രയാണ് ഞാനൊന്ന് ബൈ 25,585 പകരം 25,555 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബൈ എവിടം വരെ പോവാം? 25
25,665 അതായത് 615 ഭാഗത്തേക്ക് പോകാനും ഒരു ചെറിയ ചേഞ്ചസ് ആണ് ഞാൻ വീഡിയോ ഒന്നുകൂടെ അതിലേക്ക് പറയുന്നത്. 25,615 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ 25,6 എത്രയാണ് അടുത്തത് 25,670 ഭാഗത്തേക്ക് 25,670 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പം ഞാൻ ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് വന്നുകൊണ്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഈ ഇതിൽ ഞാൻ വീണ്ടും ലാസ്റ്റ് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞത്. ലോവർ ലെവൽ സ്ട്രക്ചറിൽ ഒരു മാറ്റവും അപ്പർ ലെവലിൽ 555 മുകളിൽ 615ഉം 670യും വരാനും നിഫ്റ്റിയിൽ ഈ 555 എന്ന് പറയുന്ന ഇന്നത്തെ ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നല്ല രീതിയിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി നാളെ മാർക്കറ്റിൽ വരേണ്ട ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് എക്സ്പയറി ആയതുകൊണ്ട് നിങ്ങൾ വ്യക്തമായും പ്ലാൻ ചെയ്യുക. ഇന്ന് രാത്രി FOMCയുടെ മീറ്റിംഗ് ഉണ്ട്. FOMCയുടെ മീറ്റിംഗിൽ കൃത്യം ഒരു നമ്മളെ ജെറോമി പവൽ ഫെഡ് ചെയർമാൻ മാറാവുന്ന ചാൻസ് ഒക്കെ വരുന്ന വേറെ പുതിയൊരാളൊക്കെ വരാൻ പോകുന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും മാർക്കറ്റിനെ ബാധിക്കും, FOMC മിനിറ്റ് എങ്ങനെയായിരിക്കും വരുന്നതെന്നൊക്കെ കൃത്യമായി നമുക്ക് നോക്കിയിലേക്ക് നാളത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് വരുന്നത്. അതുകൂടാതെ US ട്രേഡ് ഡീൽ നമുക്ക് ഇന്നലെ ഇല്ലായിരുന്നു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പുലി വരുന്ന പുലിയും വന്നില്ല തീയും വന്നില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നാളത്തെ എക്സ്പയറിയിൽ അത് എന്തെങ്കിലും മൊമെന്റ് തന്ന് മാർക്കറ്റ് കൊണ്ടുപോകില്ലേ നമുക്ക് നോക്കാം. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.